ഹായ് ഫ്രണ്ട്സ്, ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സിമ്പിൾ സാരി ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സാരിയുടെ പാറ്റേൺ ഞാനിവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. നമ്മുടെ ചെസ്റ്റ് ഏരിയയിലായിട്ടാണ് ഈ വർക്ക് വരുന്നത്. നമ്മൾ സാരി വൺ പ്ലേറ്റ് ഇട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ആ ചെസ്റ്റ് ഏരിയ കവറായി നിൽക്കുന്ന രീതിയിലാണ് ഈ വർക്ക് വരുന്നത് കേട്ടോ. കുറച്ച് സ്റ്റെംസും ലീവ്സും മാത്രമേ വരുന്നുള്ളേ. അപ്പോൾ ഞാനിത് റഫായിട്ടൊന്ന് പേപ്പറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. കണ്ടല്ലോ, കുറച്ച് ബ്രാഞ്ചസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്റ്റെംസ്, അതിൽ ആ ബ്രാഞ്ചിൽ കുറച്ച് ലീവ്സും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണോ നിങ്ങളുടെ ഫ്രണ്ട് ഏരിയയിൽ നിങ്ങൾക്ക് വർക്ക് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. സൗണ്ടിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, സുഖമില്ലാത്ത സൗണ്ട് ഫുള്ള് പോയിട്ട് ഇപ്പം കുറച്ച് ബെറ്റർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് വർക്കാണ്. അപ്പോൾ നമുക്ക് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ റെഡ് കളർ കട്ട് ബീഡ്സ് മാത്രം മതി കേട്ടോ ഈ വർക്ക് ചെയ്യാനായിട്ട്. ഞാൻ കട്ട് ബീഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, റെഡ് കളറ്. പിന്നെ ഞാൻ ചെയ്യുന്നത് ബ്ലാക്കിലാണ് കേട്ടോ. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബ്ലാക്കാണ്. ബ്ലാക്കിൽ റെഡ് കട്ട് ബീഡ് വെച്ചിട്ടുള്ള വർക്കാണ്. അപ്പം സെയിം കളർ സ്വിങ് ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നീഡിലാണ്. നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ മാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പെൻസിൽ എന്ന് പറയുമ്പോൾ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ. അപ്പോൾ നീഡിലിനെ കുറിച്ചും പെൻസിലിനെ കുറിച്ചും ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് കയറി കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ സാരിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ സാരിയുടെ ചെസ്റ്റ് ഏരിയ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇത്രയല്ല ഇതിനേക്കാളും കുറച്ചുകൂടെ ഏരിയയിൽ കുറച്ചുകൂടെ ബ്രാഞ്ചസും ലീവ്സും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഈ ഒരു ഏരിയയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പാറ്റേൺ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. നമ്മൾ മുമ്പും 2-3 സാരി ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് കയറി കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുറച്ച് സ്റ്റെം നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റായിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ റെഡ് കളർ കട്ട് ബീഡ് വെച്ച് പോവുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലീഫ് ചെയ്യുന്നുണ്ട്. ഈ ലീഫ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കയറി കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ബ്രാഞ്ച് ഫുള്ളും നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുത്താൽ കേട്ടോ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ഏരിയയിൽ നമ്മുടെ ബ്രാഞ്ചസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെംസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ലീവ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫുൾ ഇതിൽ സ്റ്റെംസും ലീവ്സും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ 3 ബീഡ് വീതം ചെയ്ത് പോരുന്നത് കേട്ടോ. ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ലീവ്സാണ് കേട്ടോ നമ്മൾ ചെയ്ത് പോരുന്നത്. 3 ബീഡ് വീതം 2 സൈഡിലും സെൻറ്ററിൽ ഇങ്ങനെ കൊടുക്കുക. 2 സൈഡിലും 3 ബീഡ് വീതം ചെയ്ത് പോരുക കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മുടെ ലീഫ് വരുന്നത് കേട്ടോ. അത്യാവശ്യം ഇത്രയും ലെങ്തി ആയിട്ട് തന്നെ ലീഫ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു 3-4 ലീഫ് മിഡിലായിട്ട് കൊടുത്തെടുക്കുന്നുണ്ടേ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ലീഫ് ചെയ്ത് പോയല്ലോ, അപ്പോൾ ഓരോ ലീഫിൻ്റെ ഇടയിലും ഇതുപോലെ ഓരോ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ. ഇതുപോലെ എല്ലാത്തിലും ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഞാൻ ഫുള്ള് ലോക്ക് കൊടുക്കുന്ന കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ലോക്ക് കൊടുക്കുക കേട്ടോ. ഇതുപോലെ സെൻറ്ററിൽ ഞാൻ ചെറിയൊരു 4 ബീഡ് വീതം കൊടുത്ത് സെൻറ്ററിൽ ഇതുപോലെ ഒരു ചെറിയൊരു ഇത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊടുത്ത് പോരുക. നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ലീഫും ചെയ്തെടുക്കാവേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒരു ബ്രാഞ്ച് ഫുള്ള് ഞാൻ ഇതുപോലെ ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചില ബ്രാഞ്ചിൽ 5 ലീഫ് വരുന്നുണ്ട്, ചിലതിൽ 6 വരുന്നുണ്ട്. നമ്മൾ വരയ്ക്കുന്ന ആ ബ്രാഞ്ചിൽ എത്രത്തോളം ലീഫ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും അത് നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ബ്രാഞ്ചിൽ 5 ലീഫ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഫുള്ളും ലീവ്സും ബ്രാഞ്ചസും വരേണ്ടത്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ലീഫാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ചെയ്തിട്ട് അതിൻ്റെ മിഡിലായിട്ട് ഒരു 4 കട്ട് ബീഡ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കിതൊരു ഭംഗിയാണ്. പിന്നെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വിട്ടു പോരുത് കേട്ടോ. അപ്പോൾ സൗണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ കുറേ ദിവസം വീഡിയോ ഇടാതിരിക്കുമ്പോൾ ഒത്തിരി ലാഗ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിന്ന് വീഡിയോ ഇട്ട് തുടങ്ങിയത്. കറക്റ്റായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് പോകാം കേട്ടോ ഇനി. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി പേര് വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ വരാത്തതെന്ന്. അപ്പോൾ കാരണം ഇതുകൊണ്ടാണ്, വയ്യാഞ്ഞിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ബ്രാഞ്ചസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ വരുന്നത് കേട്ടോ. നമ്മുടെ സാരിയുടെ ഫ്രണ്ട് പോർഷൻ ഫുള്ളും ചെസ്റ്റ് ഏരിയ ഫുള്ളും ഇതുപോലെ നിറയെ സ്റ്റെംസും ലീവ്സും മാത്രം വെച്ചിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. റെഡ് കളർ കട്ട് ബീഡ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ സാരിയുടെ 2 സൈഡിലും നമുക്കിതുപോലെ പൈപ്പിംഗ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് സിൽക്ക് ടൈപ്പാണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്കണേ. എസ്എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.